പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മളെ കണ്ണുകൾക്ക് വേണ്ടിയുള്ള 4ാമത്തെ യോഗയുടെ എക്സസൈസിലേക്കാണ് കിടക്കുന്നത്. കണ്ണുകളുടെ 3 എക്സസൈസുകൾ നമ്മൾ ചെയ്തിരുന്നു. നല്ല രീതിയിലുള്ള 3 എക്സസൈസുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. ഇതോടുകൂടെ 4ാമത്തെ എക്സസൈസ് ആണ്. നമുക്ക് കണ്ണുകൾക്ക് നിരവധി എക്സസൈസുകളിൽ അതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ് ഞാനിപ്പോൾ ഇടുന്നത്. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ. അതിൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ധ്രുവ ദൃഷ്ടിയാണ്. ധ്രുവ ദൃഷ്ടി അതായത് നമ്മളുടെ കണ്ണുകൾ നമ്മൾ ഇത് ഒരു മാറ്റിലേക്ക് ഇതേപോലെ ഇരിക്കുക, സുഖാസനത്തിലിരിക്കണം. മാറ്റിലേക്ക് സുഖാസനത്തിലിരുന്നതിന് ശേഷം നമ്മളുടെ മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരിക. മനസ്സും ശരീരവും വളരെ നല്ല രീതിയിലുള്ള ശാന്തതയിലേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മൾ വളരെ ഏകാഗ്രതയോടുകൂടെ ചെയ്യേണ്ടത് അടുത്ത എക്സസൈസ് ആണ്. കണ്ണുകൾക്കുള്ള യോഗയുടെ 4ാമത്തെ എക്സസൈസ് ആണ് ധ്രുവ ദൃഷ്ടി. അതായത് ഏറ്റവും സിമ്പിൾ ആണ്. നമ്മളുടെ കണ്ണുകൾ രണ്ടും നമ്മളുടെ പിരികങ്ങളുടെ മധ്യഭാഗത്തേക്ക് നോക്കുക. ഇങ്ങനെ സുഖാസനത്തിൽ ഇരുന്നതിന് ശേഷം കണ്ണുകൾ രണ്ടും നമ്മളുടെ പുരികങ്ങളുടെ മധ്യഭാഗത്തേക്ക് നോക്കി 10 സെക്കൻഡ് നന്നായി അനങ്ങാതെ ഇരിക്കുക. അതിനുശേഷം കണ്ണുകളെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. കണ്ണുകൾക്ക് 10 സെക്കൻഡ് പൂർണ്ണമായും കണ്ണുകൾ അടച്ച് വിശ്രമം നൽകുക. കണ്ണുകളുടെ പേശികൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു വിശ്രമം നമ്മൾ കൊടുക്കുക. വീണ്ടും 10 സെക്കൻഡ് കണ്ണുകൾ രണ്ടും പുരികങ്ങളുടെ മധ്യഭാഗത്തേക്ക് നോക്കുക. ഇങ്ങനെ പുരികങ്ങളുടെ മധ്യഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കണ്ണുകളുടെ കൃഷ്ണമണികൾ നന്നായി മുകളിലേക്കാക്കിക്കൊണ്ട് കണ്ണുകൾ രണ്ടും ആ പുരികങ്ങളുടെ മധ്യഭാഗത്തായിട്ട് നോക്കുക. ഇതാണ് ധ്രുവ ദൃഷ്ടി. ഈ 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ണുകൾ അടച്ച് കണ്ണുകൾക്ക് നല്ല രീതിയിലുള്ള വ്യായാമം കൊടുക്കുക, അതായത് വിശ്രമം കൊടുക്കുക. കണ്ണുകളുടെ പേശികൾക്കൊക്കെ ഒരു ആയാസകരമായിട്ടുള്ള ഒരു നോട്ടത്തിൽ നിന്നും കണ്ണുകളുടെ പേശികൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിശ്രമം കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ കണ്ണുകൾ പൂർണ്ണമായും വിശ്രമത്തിലായി. അതിനുശേഷം വീണ്ടും നമ്മൾ 10 സെക്കൻഡ് ഇതേപോലെ ഇത് നമ്മൾക്ക് ഒരു 5 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. 5 പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം 10 സെക്കൻഡ് നമ്മൾ കണ്ണുകൾ രണ്ടും ധ്രുവദൃഷ്ടിയിൽ പുരികങ്ങളുടെ നടുക്ക് ഭാഗത്ത് നോക്കിയതിന് ശേഷം 10 സെക്കൻഡ് കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കുക. അതിനുശേഷം വീണ്ടും 10 സെക്കൻഡ് വീണ്ടും ചെയ്യുക, വീണ്ടും 10 സെക്കൻഡ് വിശ്രമം കൊടുക്കുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം നമ്മൾ കണ്ണുകൾക്ക് വേണ്ടി ചെയ്യുക. ഇതാണ് ധ്രുവ ദൃഷ്ടി. അപ്പോൾ 4ാമത്തെ എക്സസൈസിലേക്കാണ് നമ്മൾ കടന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല കണ്ണുകൾക്ക് നല്ല സ്ട്രെയിൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പേശികൾ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ച് നമ്മൾ ആ നോട്ടം തന്നെ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ 10 സെക്കൻഡ് വിശ്രമം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം വീണ്ടും നമ്മൾക്ക് ഒരു 7 പ്രാവശ്യം വരെ ഇത് ചെയ്യാവുന്നതാണ്. ഇതാണ് ധ്രുവ ദൃഷ്ടി. അപ്പൊ നമ്മളെ 4 തരത്തിലുള്ള കണ്ണുകളുടെ യോഗയ്ക്കുള്ള എക്സസൈസുകൾ ഇപ്പൊ നൽകിക്കഴിഞ്ഞു. ഇത് നമ്മൾക്ക് നിത്യവും ചെയ്യാവുന്നതാണ്. ഇത് ആയാസകരം ഒത്തിരി പ്രയാസപ്പെടാതെ തന്നെ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്ന, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന മനോഹരമായ 4 എക്സസൈസുകളാണ് ഞാനിപ്പോൾ ഈ മീഡിയയിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് കമ്പ്യൂട്ടർ നോക്കുന്നവർക്കോ മൊബൈൽ നോക്കുന്നവർക്കോ ലാപ്ടോപ്പ് നോക്കുന്നവർക്കോ മാത്രമല്ല, അല്ലാതെയുള്ള എല്ലാവർക്കും തന്നെ ഇത് നോക്കുവാൻ ഈ എക്സസൈസ് ചെയ്യുന്നത് കണ്ണുകളുടെ പേശികൾക്ക് അയവുണ്ടാകുന്നതിനും കണ്ണുകളുടെ പേശികളുടെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമായ രീതിയിൽ കണ്ണുകളിലേക്ക് പ്രവഹിക്കുന്നതിനും നമ്മൾക്ക് ഈ എക്സസൈസുകൾ വളരെ പ്രയോജനപ്പെടുന്നു. പിന്നെ നമ്മൾക്ക് തലവേദനയോ അല്ലെങ്കിൽ കണ്ണിന് പെയിനോ തലയ്ക്കുണ്ടാകുന്ന സ്ട്രെയിൻ അതൊക്കെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് ഈ എക്സസൈസ് കൊണ്ട് സാധിക്കുന്നതാണ്. കണ്ണുകളുടെ കാഴ്ചശക്തിയെ വളരെ രീതിയിൽ ഗുണകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ എക്സസൈസുകൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനമായി അർഹിക്കുന്നു. കാരണം ഞരമ്പുകളുടെ പ്രവർത്തനമാണ് നമ്മളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന ഗുണനിലവാരത്തിനെ മെച്ചപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളുടെ വികാസവും അതിൻ്റെ പ്രവർത്തന ശൈലിയിലെ ഗുണകരമായിട്ടുള്ള പ്രയോജനങ്ങളുമാണ് ഈ കണ്ണുകൾക്കുള്ള എക്സസൈസുകൾ നമ്മൾക്ക്
നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നല്ല രീതിയിലുള്ള 4 എക്സസൈസുകൾ ഞാനിപ്പോൾ മീഡിയയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കണ്ണുകൾക്കുള്ള യോഗയിലേക്ക് കിടക്കണം. അത് അല്പം കാഠിന്യമേറിയതാണ്. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സുകളിലാണ് കണ്ണുകൾക്കുള്ള യോഗയിലേക്ക് ഞാൻ കിടക്കുന്നത്. അപ്പം ഈ സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ ചെയ്തതിന് ശേഷം നമ്മൾക്ക് പുസ്തക വായനകളിലേക്കും നമ്മൾക്ക് മൊബൈലിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നമ്മൾക്ക് പോകാം. പക്ഷെ അതും തുടർച്ചയായിട്ടല്ല, ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് വേണം എല്ലാ പ്രവർത്തനങ്ങളും. നമ്മൾ ഏത് എക്സസൈസ് ചെയ്താലും ഗ്യാപ്പുകളാണ്, അല്ലെങ്കിൽ കുറച്ച് സമയം ചെയ്തതിന് ശേഷം അതിൽ നിന്നൊക്കെ നമ്മുടെ ദൃഷ്ടിയെ മാറ്റി മറ്റു പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ കൊണ്ടുപോകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ വീണ്ടും മൊബൈലിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മുന്നിൽ നമ്മൾ ഇരിക്കും. ഒരു പ്രവർത്തനവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്. കണ്ണുകളുമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രവർത്തനവും കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ഇരുന്ന് നമ്മൾ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കുകയും ദൂരസ്ഥലങ്ങളിലേക്ക് നമ്മളുടെ ദൃഷ്ടിയെ പായിക്കുകയും പച്ച വസ്തുക്കളിൽ തന്നെ നമ്മൾ നോക്കി കുറച്ച് സമയം നമ്മളുടെ കണ്ണുകൾക്ക് റിലാക്സേഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണുകൾക്ക് അമിതമായിട്ടുള്ള ഭാരത്തിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള മനോഹരമായ ഈ പ്രവർത്തനമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ മീഡിയയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇത് എല്ലാവരും ചെയ്യണം. ഇതിനെക്കുറിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഈ മീഡിയയിലെ എല്ലാ വിവരങ്ങളും എനിക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. നിങ്ങൾക്കുണ്ടാകുന്ന ഗുണകരവും അല്ലാത്തതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതെന്റെ കമന്റ് ബോക്സിലേക്ക് ഇടുകയും വേണം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പാറുക്കുട്ടി മീഡിയയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട്, ഒപ്പം എൻ്റെ ഈ മീഡിയയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ പൂർണ്ണമാക്കുന്നു.